PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഒക്ടോബറിൽ നടന്ന ഖാദി ബോർഡ് LDC സ്റ്റേജ് 1 ക്വസ്റ്റ്യനിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ഡി കാനഡ. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഇതുമായി ബന്ധപ്പെട്ട മറ്റു പോയിന്റുകൾ നമുക്ക് നോക്കാം. ആമുഖം, മൗലികാവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, സുപ്രീം കോടതി, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് എന്നീ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ഒന്നുകൂടി നോക്കാം. ആമുഖം, മൗലികാവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, സുപ്രീം കോടതി, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് എന്നീ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ പാർലമെൻ്ററി ജനാധിപത്യം, നിയമവാഴ്ച, ഏക പൗരത്വം, റിട്ടുകൾ, ക്യാബിനറ്റ് സമ്പ്രദായം എന്നീ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിലെ ഭരണഘടനയിൽ നിന്നാണ്. ഒന്നുകൂടി നോക്കാം. പാർലമെൻ്ററി ജനാധിപത്യം, നിയമവാഴ്ച, ഏക പൗരത്വം, റിട്ടുകൾ, ക്യാബിനറ്റ് സമ്പ്രദായം എന്നീ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നീ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി എന്നിവ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം എന്നീ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നുമാണ്. ഒന്നുകൂടി നോക്കാം. ഫെഡറൽ സംവിധാനം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം എന്നീ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഞാനിവിടെ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത 27ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയുത്തരം. മറ്റ് പോയിന്റുകൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 32. ഒന്നുകൂടി നോക്കാം. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് തൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ടെലഗ്രാമിലും വാട്സാപ്പിലുമായി ഈ LDCക്ക് വേണ്ടിയിട്ടൊരു ഫ്രീ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ആഡ്മി എന്ന റിക്വസ്റ്റ് അയക്കുക. അതുപോലെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ്? ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആന, കാള, സിംഹം, കുതിര എന്നീ മൃഗങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളാണ് ആന, കാള, സിംഹം, കുതിര. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം സത്യമേവ ജയതേ.
സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളാണ് ആന, കാള, സിംഹം, കുതിര. ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ്. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം സത്യമേവ ജയതേ എന്നാണ്. ഇത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി സ്വത്തവകാശം, ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്, സ്വത്തവകാശം. ബാക്കി മൂന്നും സമത്വത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാണ്. ഭരണഘടന രൂപീകരിച്ച സമയത്ത് സ്വത്തവകാശവും മൗലികാവകാശങ്ങളിൽ പെടുന്നതായിരുന്നു. എന്നാൽ 1978 44 ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. എന്നിട്ട് ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമായി ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. ഒന്നുകൂടി നോക്കാം. സ്വത്തവകാശം ഭരണഘടന രൂപീകരിച്ച സമയത്ത് മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു. എന്നാൽ 1978 44 ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. എന്നിട്ട് ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമായി ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അടുത്ത 30ാമത്തെ ചോദ്യം. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? ഓപ്ഷൻ എ 1947 ജൂലൈ 22, ഓപ്ഷൻ ബി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ സി 1950 ജനുവരി 26, ഓപ്ഷൻ ഡി 1949 നവംബർ 26. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ 1947 ജൂലൈ 22. ദേശീയ പതാകയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ്. ദേശീയ പതാകയിൽ 3 നിറങ്ങളാണുള്ളത്. മുകളിൽ കുങ്കുമ നിറം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. ഇതിൽ കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുപോലെ മധ്യത്തിലെ വെള്ള നിറം സത്യസന്ധത, സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. താഴെയുള്ള പച്ച നിറം സമൃദ്ധി, ഫലഭൂയിഷ്ഠത എന്നിവയെ സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായി അശോകചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. അശോകചക്രത്തിൻ്റെ നിറം നാവിക നീലയാണ്. അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ്. അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ഒന്നുകൂടി നോക്കാം. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. മുകളിൽ കുങ്കുമനിറം, മധ്യത്തിൽ വെള്ളനിറം, താഴെ പച്ചനിറം. കുങ്കുമനിറം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ളനിറം സത്യസന്ധത, സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ചനിറം സമൃദ്ധി, ഫലഭൂയിഷ്ഠിത എന്നിവയെ സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയുടെ വെള്ളനിറത്തിന് നടുവിലായി അശോകചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. അശോകചക്രത്തിൻ്റെ നിറം നാവിക നീല. അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ്. അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ബാക്കി അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്